إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره الكافرون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈ ഭൂമി ലോകത്ത് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരുപാട് അതിർവരമ്പുകൾ സൂക്ഷിച്ചു പാലിച്ചുകൊണ്ടാണ്. അതിൽ ഭൗതികപരമായിട്ടുള്ള അതിർവരമ്പുകളായിരുന്നാലും മതപരമായിട്ടുള്ള അതിർവരമ്പുകളായിട്ടാരും ഇത് കൃത്യമായി ഒരാൾ പാലിച്ചില്ല എങ്കിൽ അതിൻ്റെ അപകടങ്ങൾ അവനിൽ സംഭവിക്കുമെന്നുള്ളത് ഒരു സത്യമാണ്. ഭൗതികമായി നമ്മൾ നോക്കുകയാണെങ്കിൽ പല രംഗത്തും പാലിക്കേണ്ട നിയമങ്ങൾ പാലിക്കാതെ നമ്മൾ മുന്നോട്ട് പോയാൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് സത്യമാണ്. റോഡിലൂടെ വാഹനമോടിക്കുന്ന ഒരാൾ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്ന സൂചന കാണിക്കുന്ന
ലൈനുകൾ കാണുമ്പോൾ അത് ലംഘിച്ചുകൊണ്ട് ഒരാൾ വാഹനം ഓടിക്കുമ്പോഴാണ് അപകടങ്ങൾ സംഭവിക്കുന്നത്, പരിക്കുകൾ സംഭവിക്കുന്നത്, മരണങ്ങൾ സംഭവിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന സ്ഥലത്ത് ഒരു വളവുണ്ട് എന്ന ഒരു സൂചന ലഭിക്കുന്ന ഒരു സൈൻ ബോർഡ് ശ്രദ്ധിക്കാതെ അത് ലംഘിച്ചുകൊണ്ട് ഒരാൾ ഡ്രൈവ് ചെയ്യുമ്പോഴാണ് വലിയ അപകടങ്ങൾ സംഭവിക്കുന്നത്. ഈ രൂപത്തിൽ നിയമങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ, സ്വന്തത്തിന് മാത്രമല്ല മറ്റുള്ള ആളുകൾക്കും അതിൻ്റെ അപകടങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. എന്നാൽ പ്രിയപ്പെട്ട ഇതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ തന്നെ പരിശുദ്ധ ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സത്യവിശ്വാസി പാലിക്കേണ്ട ഒരുപാട് അതിർവരമ്പുകൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ഈ നിലക്ക് പഠിപ്പിക്കപ്പെട്ട അതിർവരമ്പുകൾ ലംഘിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ഖുത്ബകളിലൊക്കെ മനസ്സിലാക്കിയ പോലെ തന്നെ വലിയ വലിയ തിന്മകൾ ഒഴിവാക്കുന്ന, അതിൽ ശ്രദ്ധ കാണിക്കുന്ന ആളുകൾ പോലും ഈ രൂപത്തിൽ ചില ഹറാമുകളോട് പരിശുദ്ധ ഇസ്ലാം വെച്ച ചില പരിധികളുണ്ട്. അത് കടന്ന് നിങ്ങൾ പോകരുത്, അത് ഹറാമാണ്, നിഷിദ്ധമാണ് എന്ന് വിശുദ്ധ ഖുർആനിലും ഹദീസിലുമൊക്കെ പറഞ്ഞ ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷേ ശ്രദ്ധിക്കപ്പെടാതെ വലിയ വലിയ തിന്മകൾ ഒഴിവാക്കുന്ന ആളുകൾ പോലും പ്രിയപ്പെട്ടവരെ അത്തരത്തിലുള്ള അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് ആ വലിയ നിഷിദ്ധത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 187 ആയത്തിൽ പരിശുദ്ധ നോമ്പുമായി ബന്ധപ്പെട്ട നിയമങ്ങളൊക്കെ പറയുന്നതിന് അവസാനത്തിൽ പറയുന്നുണ്ട്, തിൽക ഹുദൂദുല്ലാഹ്, ഇതെല്ലാം അല്ലാഹുവിൻ്റെ അതിർത്തികളാകുന്നു. ഫലാ തഖറബൂഹാ, അതിനാൽ നിങ്ങൾ അവയെ സമീപിക്കരുത്, ആ അതിര് നിങ്ങൾ കടന്നു പോകരുത്, അതിനെ സമീപിക്കുവാൻ നിങ്ങൾ ശ്രമിക്കരുത് എന്ന് വിശുദ്ധ ഖുർആനിൽ പറയുകയാണ്. നോമ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതാണ് ഇതൊക്കെ അല്ലാഹുവിൻ്റെ അതിർത്തികളാകുന്നു, നിങ്ങൾ അതൊരിക്കൽ ലംഘിക്കാൻ പാടില്ല. കദാലിക യുബയ്യിനുല്ലാഹു ആയാതിഹി, അപ്രകാരം അള്ളാഹു അവൻ്റെ ആയത്തുകളെ മനുഷ്യർക്ക് വിവരിച്ചു തന്നിരിക്കുന്നു, വ്യക്തമാക്കി തന്നിരിക്കുന്നു. അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ, അള്ളാഹിൻ്റെ ലക്ഷ്യങ്ങൾ സഹോദരങ്ങളെ വളരെ വ്യക്തമാക്കി തന്നിരിക്കുന്നു. ലഅല്ലഹും യത്തഖൂൻ, അവർ സൂക്ഷ്മത പാലിച്ചേക്കാം. തഖ്വയോടുകൂടി ശ്രദ്ധയോടുകൂടി ജീവിക്കാൻ വേണ്ടിയ പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില അതിർവരമ്പുകൾ നിശ്ചയിച്ചത് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മനുഷ്യൻ എന്തിനു വേണ്ടിയാണോ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ച് പറഞ്ഞയച്ചത്, ആ ലക്ഷ്യം നേടിയെടുക്കുവാൻ വേണ്ടി ചില അതിരുകൾ കൃത്യമായി അവൻ പാലിക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം പ്രിയപ്പെട്ടവരെ അവൻ്റെ യഥാർത്ഥ ലക്ഷ്യമായ സ്വർഗപ്രവേശനത്തിന് അത് തടസ്സമാകുമെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ മറ്റൊരു വിഷയം സൂചിപ്പിച്ച കൂട്ടത്തിൽ മനസ്സിലാക്കിയ വിഷയങ്ങളാണ് അത്തരത്തിൽ ചില കാര്യങ്ങൾ. ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കലും, ആൺകുട്ടികൾക്ക് സ്വർണം ധരിപ്പിക്കലും, അന്യ സ്ത്രീയോടൊപ്പം ഒറ്റക്കാകുന്ന അവസ്ഥ ഇല്ലാതാക്കലും, സ്ത്രീകൾ സുഗന്ധം പൂശിക്കൊണ്ട് മറ്റുള്ളവരിലേക്ക് ഇറങ്ങുന്ന ആ വിഷയമൊക്കെ പ്രിയപ്പെട്ടവരെ ആളുകൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ചില നിഷിദ്ധങ്ങളാണ്. ഇതിൽ കൃത്യമായി റബ്ബ് സുബ്ഹാനഹു വ തആല ചില അതിരുകൾ, ചില നിയമങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പറഞ്ഞ ചില ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന സഹോദര തിന്മകൾ, ഈ തിന്മകൾ പ്രവർത്തിക്കുന്നത് ആരാണ്? പലപ്പോഴും അത്തരത്തിലുള്ള തിന്മകളിലേക്ക് എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ പ്രിയപ്പെട്ടവരെ കൃത്യമായി നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ നന്മകൾ ചെയ്യുന്ന ആളുകൾ, അതോടൊപ്പം തന്നെ നിസ്സാരമായി തോന്നുന്ന പല നന്മകളും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്ന ആളുകൾ, വലിയ തിന്മകൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്ന ആളുകൾ പോലും പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കപ്പെടാതെ ചില തിന്മകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് യാഥാർത്ഥ്യമാണ്. ഈ രൂപത്തിൽ ആ ചെറിയ തിന്മകളിലേക്ക് എത്തിപ്പെടുമ്പോൾ സഹോദരങ്ങളെ അത് വലിയ തിന്മയായി മാറുമെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ഖുതുബകളിൽ മനസ്സിലാക്കിയ വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കൂടുതൽ ദേഷ്യം ഉള്ളതാരുടെ സഹോദരങ്ങളെ, അള്ളാഹു ദേഷ്യപ്പെടുന്നവനാണ്. ഇന്നല്ലാഹ യഗാറു, അള്ളാഹു തീർച്ചയായും ദേഷ്യപ്പെടുന്നതാണ്. എന്നാൽ വഗൈറത്തുല്ലാഹി അൻ യഅത അൽ മുഅ്മിനു മാ ഹറമല്ലാഹ്, അൻ യഅതിയ അൽ മുഅ്മിനു മാ ഹറമല്ലാഹ്. അള്ളാഹുവിന് ഏറ്റവും ദേഷ്യപ്പെടുന്ന ആരോടാണ്? ഹറാമുകൾ ചെയ്യുന്ന വിശ്വാസികളോടാണ്. അവർ സത്യവിശ്വാസികളാണ്, പക്ഷേ ചില ഹറാമുകൾ അവർ ശ്രദ്ധിക്കപ്പെടാതെ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ ചില ആളുകൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത്തരത്തിലുള്ള
വിശ്വാസികളോട് അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ആ കൂട്ടത്തിൽപ്പെട്ട ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രവണതയാണ് പൊതുവഴികൾ, ആളുകൾ സഞ്ചരിക്കുന്ന വഴികളിൽ വേസ്റ്റുകൾ വലിച്ചെറിയുന്ന ഒരു പ്രവണത. ഒരു സാമൂഹ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഒരു പൊതുമര്യാദയാണ് വഴിയിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത് എന്നുള്ളത്. പരിശുദ്ധ ഇസ്ലാം കൃത്യമായിട്ട് ആ ഒരു വിഷയത്തെ പഠിപ്പിക്കുന്നുണ്ട്. ഇമാം മുസ്ലിം ഹദീസിൽ കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എൻ്റെ സമുദായത്തിൻ്റെ നന്മകളും തിന്മകളും എനിക്ക് പ്രദർശിപ്പിക്കപ്പെട്ടു. എൻ്റെ സമുദായം, എനിക്ക് ശേഷം വരുന്ന സമുദായം, അവരുടെ പല നന്മകളും തിന്മകളും എനിക്ക് പ്രദർശിപ്പിക്കപ്പെട്ടു. ഫവജത്തു മിൻ മഹാസിനി അഅമാലിഹൽ അദാ യുമാതു അനിത് ത്വരീഖ്. വഴിയിൽ നിന്നും ഉപദ്രവം നീക്കം ചെയ്യുന്നത് അവരുടെ പുണ്യകർമ്മങ്ങളായിക്കൊണ്ട് ആ കൂട്ടത്തിൽ ഞാൻ ദർശിക്കുന്നതാണ്. വഴിയിൽ നിന്നും ഉപദ്രവങ്ങൾ നീക്കം ചെയ്യൽ, വഴിയിൽ നിന്നും മാലിന്യങ്ങൾ നീക്കം ചെയ്യൽ എൻ്റെ സമുദായത്തിൻ്റെ പുണ്യകർമ്മങ്ങളുടെ കൂട്ടത്തിലായി ഞാൻ ദർശിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, വഴിയിൽ നിന്നും ഉപദ്രവങ്ങൾ നീക്കുക എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നുണ്ട്. കാറിൻ്റെ വിൻഡോയിലൂടെ അല്ലെങ്കിൽ വാഹനത്തിൽ നിന്നും വേസ്റ്റുകൾ വലിച്ചെറിയുന്നവരോട് ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ല പറയുകയാണ്. ആരാ ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ല? സൗദി അറേബ്യയിൽ ജനിച്ച, ഹിജ്റ 1347 ജനിച്ച ഒരു മഹാപണ്ഡിതനാണ്. ചെറുപ്പത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ ഒരു മഹാപണ്ഡിതനാണ്. ഉസൂലുൽ ഫിഖ്ഹിലും തൗഹീദിലും തഫ്സീറിലുമൊക്കെ വലിയ ദീർഘമായ പാണ്ഡിത്യമുള്ള ഒരു മഹാപണ്ഡിതനാണ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട അദ്ദേഹം ഈ രൂപത്തിൽ വഴിയിലേക്ക് ഉപദ്രവങ്ങൾ വലിച്ചെറിയുന്ന ആളുകൾ, അത്തരത്തിലുള്ള ആളുകളോട് പറയുകയാണ്, വഇൻ കാനത് ഇമാതത്തുൽ അദാ അനിത് ത്വരീഖി സദഖത്തുൻ. അതായത് വഴിയിൽ നിന്നും ഉപദ്രവങ്ങൾ നീക്കൽ, വഴിയിൽ നിന്നും മാലിന്യങ്ങൾ നീക്കൽ ഒരു സ്വതക്കയാണെങ്കിൽ, ഒരു ധർമ്മമാണെങ്കിൽ, പുണ്യമാണെങ്കിൽ, ഫഇന്ന ഇൽഖാ അൽ അദാ ഫി ത്വരീഖി സയ്യിഅത്തുൻ. എന്നാൽ ആ വഴിയിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കൽ, ഉപദ്രവങ്ങൾ അവിടെ കൊണ്ടുപോയി ഇടൽ, അത് സയ്യിഅത്തുൻ, എന്താണ്? അതൊരു തിന്മയാണ്. ഇത് പലപ്പോഴും സഹോദരങ്ങളെ, ഈ ഒരു പ്രതിഫലം മനസ്സിൽ, അതൊരു തിന്മയാണ്. വഴിയിൽ ഉപദ്രവങ്ങൾ നിക്ഷേപിക്കുക, മാലിന്യങ്ങൾ വലിച്ചെറിയുക എന്നുള്ളത് ഒരു തിന്മയാണ് എന്ന് പോലും സഹോദരങ്ങളെ കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു തിന്മയാണ് സഹോദരങ്ങളെ. വഴിയിൽ നിന്നും ഉപദ്രവം നീക്കുക എന്നുള്ളതാണ് ഒരു സത്യവിശ്വാസിയുടെ കടമ എന്നുള്ളത്. മറിച്ചെന്നല്ല, വഴിയിൽ ഉപദ്രവങ്ങൾ, മാലിന്യങ്ങൾ കൊണ്ടുപോയി ഇടുക എന്നുള്ളത് തിന്മയായിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഇത് ഒരു പൊതുമര്യാദയാണ്, എല്ലാവരും ശ്രദ്ധിക്കേണ്ട, പാലിക്കേണ്ട ഒരു പൊതുമര്യാദയാണ്. പലപ്പോഴും അത്തരത്തിലുള്ള ആളുകൾക്കെതിരെ ആക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലേ? പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച വിഷയം നോക്കുക, എത്ര ഗൗരവമുള്ള വിഷയമാണ്, അല്ലേ? പലപ്പോഴും ഭരണാധികാരികളും മറ്റും കണ്ടു കഴിഞ്ഞാൽ അത് ആര് കൊണ്ടുപോയിട്ടാലും അതൊരു പൊതു നിയമമായി സ്വീകരിച്ചുകൊണ്ട് അതിനെതിരെ ആക്ഷൻ എടുക്കുന്ന പ്രവണതയുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. വളരെ നല്ല കാര്യമാണ്. എന്നാൽ അതിനൊക്കെ ഉപരി പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചതാണ്, വഴിയിൽ നിന്നും ഉപദ്രവങ്ങൾ നീക്കുന്നവനാണ് ഒരു സത്യവിശ്വാസി. ഒരിക്കലും ഒരു വിശ്വാസി വഴിയിൽ ഉപദ്രവങ്ങൾ ഉണ്ടാക്കുവാൻ പാടില്ല എന്ന് കൃത്യമായി പഠിപ്പിച്ചു. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വിശ്വാസപരമായ പലപ്പോഴും പല ആളുകളും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന, അത് അവരിൽ പ്രകടമായി കണ്ടിട്ടില്ലെങ്കിലും പലപ്പോഴും മനസ്സിലൊക്കെ തോന്നിപ്പോകുന്ന ഒരു വിഷയമാണ് ശകുനം നോക്കുക എന്നുള്ളത്. ശകുനം നോക്കുക, അറബിയിൽ ത്വയ്റത്ത് എന്ന് പറയും. ത്വയ്ർ എന്ന് പറഞ്ഞ പക്ഷി എന്നർത്ഥം അറബിയിൽ. ഇത് ജാഹിലിയ കാലത്ത് ചെയ്തിരുന്ന ഒരു രീതിയാണ്. എങ്ങോട്ടെങ്കിലും പോകുമ്പം ആ യാത്ര ശരിയാണോ അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നൊക്കെ നോക്കാൻ വേണ്ടി അവർ കാണിച്ചിരുന്ന ഒരു രീതിയാണിത്. അതിന് ത്വയ്റത്ത് എന്ന്, ഈ ശകുനം നോക്കലിനെ ത്വയ്റത്ത് എന്ന് പറയാനുള്ള കാരണം എന്താണ്? അവരൊരു പക്ഷിയെ പറത്തും. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഒരുങ്ങുമ്പം അല്ലെങ്കിൽ ഒരു യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പം ഒരു പക്ഷിയെ പറത്തും. അങ്ങനെ ആ പക്ഷി വലതുഭാഗത്തേക്കാണ് പറന്നതെങ്കിൽ ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല. എന്നാൽ ആ പക്ഷി
ഇടതുഭാഗത്തേക്കാണ് പറഞ്ഞതെങ്കിൽ അവിടെ പ്രശ്നമാണ്, യാത്ര പോകാൻ പറ്റൂല. ആ കാര്യം ചെയ്താൽ പല പ്രയാസങ്ങളും ഉണ്ടാകുമെന്ന ഒരു വിശ്വാസം സഹോദരങ്ങളെ, ഇത് ശിർക്കൻ വിശ്വാസമാണ്. ശിർക്കൻ വിശ്വാസമാണ് സഹോദരങ്ങളെ. പല ആളുകളും ഇന്ന് അങ്ങനെ എവിടെയെങ്കിലും പോയിങ്ങാണ്ട് ചെയ്തിട്ടില്ലെങ്കിലും, അല്ലെങ്കിൽ ഇന്നൊരു ജോലി കിട്ടിയിട്ടുണ്ട്, അത് ശരിയാണോ അല്ലേ എന്ന് ഏതെങ്കിലും തങ്ങന്മാരത്തോ ജ്യോത്സ്യന്മാരത്തോ പോയി ചെയ്തിട്ടില്ലെങ്കിലും പലപ്പോഴും പല ആളുകളുടെ മനസ്സിൽ അങ്ങനെ വരാറുണ്ട് എന്നുള്ളതാണ്. ഒരു യാത്ര പോകുന്ന സമയത്ത്, ഒരു ദൂരയാത്ര പോവുകയാണ്, അല്ലെങ്കിൽ വിദേശത്തേക്ക് പോവുകയാണ്, ആ പോകുന്ന സമയത്ത് ആ വാഹനത്തിൽ നിന്നും വഴിയിൽ വെച്ച് ഇറങ്ങിയാൽ അതെന്തോ ഒരു പ്രശ്നമായിട്ട് അതൊരു മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കുന്ന സഹോദരങ്ങളെ, അങ്ങനത്തെ ഒരു ചെറിയൊരു പ്രയാസം നമ്മുടെ മനസ്സിലുണ്ടാക്കണമെങ്കിൽ പോലും എന്താണ് അത് ശിർക്ക എന്നുള്ളതാണ്. കാരണം എന്താണ്? അള്ളാഹുവാണ് നമുക്ക് എല്ലാ ഹൈറുകളും നൽകുന്നത്. എന്നാൽ സഹോദരങ്ങളെ, അതേപോലെ തന്നെ നമുക്ക് ലഭിക്കുന്ന ഭാഗ്യവും അല്ലെങ്കിൽ നിർഭാഗ്യവും അത് അള്ളാഹുവിൻ്റെ വിധി അനുസരിച്ച് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഹദീസിൽ കാണാൻ സാധിക്കും, മൻ റദ്ദതുഹു ത്വയ്റതു മിൻ ഹാജത്തിൻ, ആരെങ്കിലും ഈ ത്വയ്റത്ത് നോക്കിക്കൊണ്ട്, ശകുനം നോക്കിക്കൊണ്ട് ഒരാൾ തൻ്റെ ഉദ്ദേശത്തിൽ നിന്നും പിന്തിരിഞ്ഞു കഴിഞ്ഞാൽ, ഒരു യാത്രയിൽ നിന്നും അയാൾ മടങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവൻ ചെയ്യാൻ പോകുന്ന ആ പ്രവർത്തനത്തിൽ നിന്നും ഒരാൾ പിന്തിരിഞ്ഞു കഴിഞ്ഞാൽ ഫഖദ് അശ്റക, അവൻ ശിർക്ക് ചെയ്തു എന്നുള്ളതാണ്. അവൻ ശിർക്ക് ചെയ്തു എന്ന് പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന രീതി സഹോദരങ്ങൾ. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഒരു കറുപ്പ് കണ്ടു കഴിഞ്ഞാൽ, എന്തോ ഒരു ദുഷ്ടഗുണമാണ്, അത് ചെയ്താൽ ബുദ്ധിമുട്ടുണ്ടാകും, അത് പ്രയാസമുണ്ടാകുമെന്നൊക്കെ പറയുന്ന രൂപങ്ങൾ സഹോദരങ്ങൾ, രീതികൾ ഒരിക്കലും ഒരു സത്യവിശ്വാസിയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത രീതിയാണത്. പല ആളുകളും മനസ്സിലൊരു പ്രയാസം ഉണ്ടായാൽ മതി, അത് വിശ്വാസത്തെ ബാധിക്കും സഹോദരങ്ങൾ. അയാളങ്ങനെ തുറന്ന് പറയണമെന്നില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ കേന്ദ്രങ്ങളിൽ പോകണമെന്നില്ല. പക്ഷേ അയാളെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വന്നാൽ തന്നെ എന്ത് ചെയ്യും? അവനിൽ ശിർക്ക് കടന്നു വരുമെന്നുള്ളതാണ്. വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഇത് പറഞ്ഞപ്പം സഹാബത്ത് ചോദിച്ചു, ഖാലു യാ റസൂലല്ലാഹ് ഫമാ കഫാറതു ദാലിക, അങ്ങനെയുള്ള ചിന്ത ഞങ്ങളുടെ മനസ്സിൽ കടന്നു വന്നാൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആ സമയത്ത് റസൂൽ പറയാണ്, യഖൂലു അഹദുഹും അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക, നിങ്ങൾ റബ്ബിനോട് സദാസമയം പ്രാർത്ഥിക്കണം. അത് നിങ്ങളുടെ വിശ്വാസത്തെ വ്രണമേൽപ്പിക്കുന്ന കാര്യമാണ്, നിങ്ങളുടെ ഈമാൻ ദുർബലമാക്കുന്ന കാര്യമാണ്. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിക്കേണ്ടതിന് പകരം, എല്ലാത്തിലും അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിക്കേണ്ടതിന് പകരം, അള്ളാഹുവിനെ മാത്രം പേടിക്കേണ്ടതിന് പകരം, സഹോദരങ്ങളെ, ആ ഒരു വിശ്വാസത്തിൽ കറ പിടിക്കുന്ന, നിങ്ങൾ നിർഭയത്വമുണ്ടാക്കുന്നൊരു പ്രവർത്തനമാണത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക, അല്ലാഹുവേ നിന്റെ നന്മയല്ലാതെ മറ്റൊരു നന്മ ഞങ്ങൾക്ക് വരാനില്ല. അതോടൊപ്പം തന്നെ വലാ ഖൈറ ഇല്ലാ ഖൈറുക, നിന്റെ ഭാഗ്യമല്ലാതെ മറ്റൊരു ഭാഗ്യം നൽകാനും ഒരാൾക്കും സാധിക്കുകയില്ല. അതോടൊപ്പം തന്നെ തിരിച്ചും എന്തെങ്കിലും ഒരു പ്രയാസം, നിന്നിൽ നിന്നുള്ള പ്രയാസമല്ലാതെ മറ്റൊരു പ്രയാസം വരുത്താനും ആർക്കും സാധിക്കുകയില്ല. വലാ ഇലാഹ ഖൈറുക, അള്ളാഹ്ക്ക് പുറമെ യാതൊരു ആരാധനയുമില്ല എന്ന ഒരു വിശ്വാസമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ടത്. നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട വിഷയമാണ് ഈ ശകുനം നോക്കൽ എന്നുള്ളത്. എന്തെങ്കിലും കാര്യങ്ങളിൽ എന്തൊക്കെ ഷെറുണ്ട് എന്ന് പല അന്ധവിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലും കൊണ്ട് നടക്കുക എന്നുള്ളത് ശിർക്കന വിശ്വാസമാണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് വിശ്വാസപരമായിട്ട് സഹോദരങ്ങളെ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമായിക്കൊണ്ട് മനസ്സിലാക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവർ മറ്റൊരു വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സ്ത്രീകളുമായി ബന്ധപ്പെട്ട നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചതാണ്. സ്ത്രീകളുമായി പിന്നെ ഒറ്റയ്ക്കിരിക്കുന്ന അവസ്ഥ, ഒരു ആണും പെണ്ണും ഒരിക്കലും ഒറ്റപ്പെടുന്ന അവസ്ഥ എവിടെയും ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സ്ത്രീ മഹ്റമിനോടൊപ്പമല്ലാതെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല. ഇതൊക്കെ സഹോദരങ്ങളിൽ നിന്ന് പലപ്പോഴും നിസ്സാരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന തിന്മകളാണ്, വലിയ അപകടങ്ങളാണ് അതിലൂടെ വരാനിരിക്കുന്നത്. പക്ഷേ ഇന്ന് ആളുകൾ ഇത് നിസ്സാരമായി കൊണ്ടിരിക്കുകയാണ്. ഇതാ സംഭവിക്കുന്ന അടുത്താണ് പലപ്പോഴും ഇതൊക്കെ വലിയ വലിയ തിന്മകളൊക്കെ ഒഴിവാക്കുന്ന ആളുകളിൽ പോലും പ്രിയപ്പെട്ടവരെ നമ്മുടെ പെൺമക്കളെയൊക്കെ ദൂരസ്ഥലങ്ങളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ഇത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന റസൂൽ പറയാണ്, ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅത്തിൻ ഇല്ലാ വമഅഹാ ദു മഹ്റമിൻ, ഒരു പുരുഷനും ഒരു സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല. എങ്ങനെ?
അവരുടെ കൂടെ ഒരു മഹറമില്ലാതെ മഹറമ് ആ സ്ത്രീയുമായിട്ട് ആ സ്ത്രീയോട് വിവാഹം ചെയ്യൽ നിഷിദ്ധമായ ആളുകളുണ്ടാവും. അവരുമായി ഏറ്റവും അടുത്ത ആളുകൾ, ഉപ്പ അല്ലെങ്കിൽ അവരുടെ ഭർത്താവ്, ആങ്ങളമാർ തുടങ്ങിയ വിവാഹം നിഷിദ്ധമാക്കപ്പെട്ട ഒരാളില്ലാതെ ഒരു സ്ത്രീയും യാത്ര ചെയ്യാൻ പാടില്ല. എങ്ങനെ? ഒരു രാത്രിയും ഒരു പകലും നീളുന്ന യാത്ര ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ചെയ്യാൻ പാടില്ല. റസൂലുള്ളാഹി വിലക്കിയ കാര്യ സഹോദരങ്ങളെ. ഇതൊക്കെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരുപാട് ദുരന്ത വാർത്തകൾ പലപ്പോഴും പല കുടുംബങ്ങളിലേക്കും വരാനുള്ള കാരണം എന്താണ്? ഈ പറഞ്ഞ രൂപത്തിലുള്ള ചില അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് പല ആളുകളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ലംഘിക്കാരാണ്? സത്യവിശ്വാസികളാണ്. വിശ്വാസമുള്ള ആൾ, അല്ലാത്ത പ്രശ്നമല്ലല്ലോ. ഒരു വിശ്വാസമില്ലാത്ത ആൾക്ക് ഒന്നും ശ്രദ്ധിക്കൂല. എന്നാൽ ഈ രൂപത്തിലുള്ള ഈ പറഞ്ഞ ശ്രദ്ധിക്കപ്പെടാത്ത ഈ നിഷിദ്ധങ്ങൾ ചെയ്യുന്നവരാണ് വിശ്വാസമുള്ള ആളുകളാണ്, തൗഹീദുള്ള ആളുകൾ പോലും പലപ്പോഴും പ്രിയപ്പെട്ടവരെ നമ്മുടെ പെൺമക്കളെ വിദൂര സ്ഥലത്തേക്ക് പഠിക്കാൻ പറഞ്ഞയക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യിപ്പിക്കുകയാണ്, ട്രെയിനിലൊക്കെ കയറ്റി വിടുകയാണ്. സഹോദരങ്ങളെ, ഏറ്റവും ശ്രദ്ധിക്കേണ്ടപ്പോഴാണ് ഒരു രാവും പകലും നീണ്ടു നിൽക്കുന്ന യാത്രയിലാണ് ഒരു പെണ്ണിൻ്റെ കൂടെ മഹറമാരുടെ കൂടെ ഉണ്ടാകേണ്ടത്. എന്നിട്ടെന്താ ചെയ്യുന്ന അബദ്ധം എന്താണ്? റെയിൽവേ സ്റ്റേഷൻ വരെ എന്ത് ചെയ്യും? ഉപ്പയോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ആങ്ങളെയെ കൊണ്ടുപോകും, എന്നിട്ടോ ട്രെയിനിൽ കയറ്റും. പിന്നെ യാത്ര ആരംഭിക്കണത് മനസ്സിലാക്കണുള്ളത്, യാത്ര ആരംഭിക്കണപ്പോഴാണ് ആ ട്രെയിന് കയറി പിന്നെ ദൂര സ്ഥലത്ത് യാത്ര പോവുകയാണ്. യാത്ര പോകണം എങ്ങനെയാണ്? ആ പെൺകുട്ടി ഒറ്റയ്ക്ക് യാത്രയാണ്. സഹോദരങ്ങളെ, ഇതിലൂടെ സംഭവിക്കുന്ന ഒരുപാട് ദുരന്തങ്ങൾ ഞാൻ പറയാതെ നിങ്ങൾക്കറിയാൻ സാധിക്കും. പറയാതെ തന്നെ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പല കാഴ്ചകളുമാണ്. അതുകൊണ്ട് ഒരിക്കലും സഹോദരങ്ങളെ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല. ഒരു രാത്രിയും ഒരു പകലും നീളുന്ന യാത്ര ഒറ്റയ്ക്ക് ചെയ്യാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കർശനമായി വിലക്കിയ ഒരു വിഷയമാണ്. അതുകൊണ്ട് നമ്മളൊക്കെ നമ്മുടെ കുടുംബത്തെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പല ആളുകളും ഇന്ന് ഇതൊക്കെ നിസ്സാരമായിട്ട് കാണുകയാണ്. എല്ലാവരും പോകണ്ടല്ലോ പറയാണ്. ഓളെ ചങ്ങാഴ്ച അല്ലെങ്കിൽ ഓളെ കൂടെയുള്ള ഓളെ കൂട്ടുകാരെയൊക്കെ ഒറ്റയ്ക്ക് പോണത് എന്ന ഒരു ചിന്തയിൽ സഹോദരങ്ങളെ നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ എന്ന് കരുതിയാണ് അതിനെ നിസ്സാരമായി കാണുന്ന ഒരവസ്ഥയിലേക്ക് പലപ്പോഴും പല ആളുകളും എത്തുന്നുണ്ട് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു വിഷയമാണ് സ്ത്രീകളുമായി ബന്ധപ്പെട്ട സഹോദരങ്ങളെ വളരെ ഗൗരവമുള്ള വിഷയമാണ് അന്യ സ്ത്രീകളെ നോക്കുക എന്നുള്ളത്. അന്യ സ്ത്രീകളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, ആ നോട്ടത്തിലൂടെയാണ് മറ്റു പല വലിയ വലിയ വ്യഭിചാരത്തിലേക്ക് എത്തുന്ന ഒരവസ്ഥയിലേക്ക് നീണ്ടത് ആളുകൾ എത്തുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ഒന്നാമത്തെ എൻട്രി, ആ ഒരു പ്രവേശന കവാടം കൊട്ടിയടക്കുവാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ 24-ാമത്തെ അധ്യായം 30-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖുല്ലിൽ മുഅ്മിനീന, സത്യവിശ്വാസികളായ പുരുഷന്മാരോട് പറയാണ്, യഗ്ദൂ മിൻ അബ്സാരിഹിം, അവരുടെ കണ്ണുകൾ ദൃഷ്ടികൾ താഴ്ത്തുവാനും, വയഹ്ഫദൂ ഫുറൂജഹും, അവരുടെ ഗുഹ്യസ്ഥാനങ്ങൾ കാത്തുകൊള്ളുവാനും പറയുക. ദാലിക അസ്നാ ലഹും ദാലിക അസ്കാ ലഹും, അതാണ് അവർക്ക് ഏറ്റവും പരിശുദ്ധമായിട്ടുള്ളത്. ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ, അവർ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അല്ലാഹു ഖബീറാണ്, അല്ലാഹു സൂക്ഷ്മമായിട്ട് അറിയുന്നുണ്ട്. നോട്ടം നിയന്ത്രിക്കാൻ പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ തിരു ഹദീസുകളും നമ്മോട് കൽപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അലി ലാ തുത്ബിഉൻ നദറതൻ നദറ, നീ നോക്കിയതിന് പിന്നാലെ വീണ്ടും വീണ്ടും നോക്കരുത്. ഇത് പറഞ്ഞെന്താണ്? ആദ്യത്തെ നോട്ടം സ്വാഭാവികമാണ് അല്ലേ? സ്വാഭാവികമായിട്ട് എന്താ ഒരു നോട്ടം അറിയുന്ന ആളെ നോക്കാൻ വേണ്ടി നോക്കും, പരിചയമുള്ള ആളെ നോക്കും, ചിലപ്പോൾ കുടുംബക്കാരാകും. ആ ഒരു നോട്ടം എന്നുള്ളത് അനുവദനീയമാണെന്നാൽ പിന്നെയും പിന്നെയും ആവർത്തിച്ച് നോക്കുന്നത് തെറ്റാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു സ്ത്രീയെ സ്വാഭാവികമായിട്ട് നോക്കുമെന്നുള്ള ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഒരു നോർമലാണത് അല്ലേ? ചിലപ്പോൾ പരിചയമുള്ള ആളാകും, പരിചയമാണെങ്കിൽ പരിചയപ്പെടാൻ പോലെ കുടുംബക്കാരാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ സംസാരിക്കാൻ പോകും. എന്നാൽ ആ ഒരു അന്യ സ്ത്രീ ആണെങ്കിലോ പ്രശ്നമല്ല, അത് നമ്മൾ അറിയാത്ത സ്ത്രീയാണ്, തിരിഞ്ഞു പോകും, യാതൊരു പ്രശ്നമില്ലല്ലോ. എന്നാൽ ആ നോട്ടത്തിന് പിന്നാലെ വീണ്ടും നോക്കുന്നത്, ഒരു നോട്ടം നോക്കി അത് നമുക്ക് പരിചയം ഒരു സ്ത്രീയല്ല, ഒരു ബന്ധമില്ലാത്ത ആളാണ്, വീണ്ടും നോക്കുന്നത് എന്താണ്? സ്വാഭാവികമായിട്ട് ഇവിടെ പ്രശ്നങ്ങൾ വരും. അതിലൂടെയാണ് അപകടങ്ങൾ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യത്തേതിന് നീ പൊറുക്കപ്പെടുമെന്ന്, രണ്ടാമത്തേത്
അതില്ല, അത് പ്രശ്നമാണെന്നർത്ഥം. അത് തെറ്റാണ്, നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വീണ്ടും വീണ്ടും ഒരു പെണ്ണിനെ നോക്കി അന്യസ്ത്രീയെ നോക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിശാച് അവനിൽ ദുഷ്പ്രേരണ ഉണ്ടാക്കുമെന്നുള്ളതാണ്. തെറ്റായ ചിന്തകളും തെറ്റായ പ്രവർത്തനത്തിലേക്കും കൊണ്ടുപോയി എത്തിക്കാൻ സഹോദരങ്ങളെ ആ ഒന്നാമത്തെ നോട്ടത്തിന് ശേഷമുള്ള രണ്ടാമത്തെ നോട്ടം അതിന് കാരണമായി തീരുമെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അന്യ സ്ത്രീകളിൽ നിന്ന് കണ്ണുകൾ താഴ്ത്തുക എന്ന് വിശുദ്ധ ഖുർആന്റെ കൽപ്പന സഹോദരങ്ങളെ. അതിൻ്റെ കാരണം എന്താണ്? അതിലൂടെ വരാനിരിക്കുന്ന വലിയ പ്രശ്നങ്ങൾ, വ്യഭിചാരങ്ങൾ, അന്യ സ്ത്രീ പുരുഷ ബന്ധങ്ങൾ, അങ്ങനെ അത് പിന്നെ പല നിലക്കുമുള്ള വൈവിട്ട ബന്ധങ്ങളിലേക്ക് എത്തുന്നു. ആ പെണ്ണ് തൻ്റെ ഭർത്താവിനെ ഒഴിവാക്കി മറ്റൊരു പുരുഷൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നു. അല്ലെങ്കിൽ ഈ പുരുഷൻ തൻ്റെ ഭാര്യയെയും മക്കളെയും ഒഴിവാക്കി ആ കണ്ട പെണ്ണിൻ്റെ കൂടെ ഒളിച്ചോടി പോകുവാൻ ഇറങ്ങിപ്പോകുവാൻ കാരണം എന്താണ്? ആ നോട്ടമാണ് സഹോദരങ്ങളെ. അതുകൊണ്ടാണ് അതിൻ്റെ ആ എൻട്രി, ഒന്നാമത്തെ കവാടം പൊട്ടിയടക്കുവാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ കൽപ്പിച്ചത്. സഹോദരങ്ങളെ, നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട വിഷയങ്ങൾ അതൊക്കെ. പലപ്പോഴും ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, അങ്ങേയറ്റം നിസ്സാരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കണമൊക്കെ. എന്താ നോക്കിയെന്താ സംഭവിക്കുക? ആ നോട്ടത്തിലാണ് പിന്നുള്ള എല്ലാ പ്രശ്നങ്ങളും വരുന്നത്. ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ദീർഘയാത്ര ചെയ്യുമ്പോൾ സംഭവിക്കുന്ന വിപത്തുകൾ വളരെ വലുതാ പ്രിയപ്പെട്ടവരെ. പലപ്പോഴും പല കുടുംബങ്ങളിലും അത്തരത്തിലുള്ള ദുരന്ത വാർത്തകൾ വന്നെത്തുമ്പോഴാണ് പലപ്പോഴും ചെയ്യണത്, ചിന്തിക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ. ഇന്ന് പൊതു രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ പോലും, സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന നടിമാർ പോലും അത് മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ. ഇതിനിടയ്ക്ക് ഒരു പ്രശ്നങ്ങൾ വന്നിരുന്നല്ലോ, സിനിമാ നടിമാർക്കിടയിലുള്ള അക്രമങ്ങളും ലൈംഗികമായ ചൂഷണങ്ങളൊക്കെ ചർച്ചയായപ്പോൾ അവിടെ മനസ്സിലാക്കിയ വിഷയം എന്താണ്? ഒരു പ്രൊഡ്യൂസറുടെ അടുത്തേക്ക് പോലും ചെയ്യരുത്, ഒരു നടിമാരും കൂടെ അവരുടെ അടുത്ത പുരുഷന്മാരെല്ലാം പോകരുതെന്ന് പറഞ്ഞ്. ആലോചിച്ച് നോക്കണം. ഇത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു മതപണ്ഡിതൻ പ്രസംഗിക്കുമ്പോൾ പുരോഗമനം എന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ്. എന്നാൽ ദീനും ആ നിലക്കുള്ള വിശ്വാസവും ഇല്ലാത്ത ആളുകളിലേക്ക് ഈ ദുരന്തങ്ങൾ വരുമ്പോൾ എന്താണ് അവർ മുന്നോട്ട് വെക്കുന്ന നയം എന്താണ്? ഈ നയമാണ് മുന്നോട്ട് വെക്കുന്നത്. പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെച്ച നയമാണ് പലപ്പോഴും എന്ത് ചെയ്യണത് അവർ സ്വീകരിക്കുന്ന. ഒറ്റയ്ക്ക് പോകാൻ പാടില്ല, ഓരോ പ്രശ്നങ്ങളുണ്ടെന്നർത്ഥം. കൃത്യമാണ് സഹോദരങ്ങളെ. ഇതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം ഇത്തരത്തിലുള്ള വിശുദ്ധങ്ങൾ പലപ്പോഴും പല ആളുകളും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന നിഷിദ്ധമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയ കാര്യത്തിൻ്റെ ഈ നിഷിദ്ധങ്ങളുടെ ഗൗരവം ഇത്രത്തോളം ഉണ്ട് എന്ന് പരിശുദ്ധ ഇസ്ലാം കൃത്യമായി ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, രക്ഷിതാക്കളെ, ഉമ്മമാരെ, നമ്മുടെ മക്കളുടെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ നമ്മൾ കൃത്യമായി അപ്ലൈ ചെയ്യേണ്ട നിയമങ്ങൾ അതൊക്കെ അല്ലേ. ഒരു നിൻ്റെ ക്ലാസ്സിലെ ഒരു ആൺകുട്ടിൻ്റെ കൂടെ ഒറ്റയ്ക്കിരിക്കാൻ പാടില്ല, അവരെ സ്പർശിക്കാൻ പാടില്ല, അനാവശ്യമായി നോക്കാൻ പാടില്ല. അതുകൊണ്ട് ഇന്ന പ്രശ്നങ്ങളൊക്കെ വരും, നഷ്ടം നമുക്ക് മാത്രമാണ്. അതുകൊണ്ട് ഒരുപാട് മാനസിക പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങളൊക്കെ വന്ന് നമ്മളാകെ നശിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തുമെന്നൊക്കെ നമ്മുടെ മക്കളെ, സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൃത്യമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത വളരെ അനിവാര്യമാണ് ഇന്നിൻ്റെ കാലഘട്ടത്തിൽ. കാരണം ഇന്ന് ക്യാമ്പസുകളും സ്കൂളുകളുമൊക്കെ സഹോദരങ്ങളെ ആ നിലക്കുള്ള ആൺ പെൺ ബന്ധങ്ങളിൽ അവരുമായി ഇടപഴകലിൽ യാതൊരു അതിരുകളുമില്ലാത്ത അവസ്ഥയിലേക്കാണ് ഇന്ന് സ്കൂളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സ്കൂളിൽ ഒരു HM പോലും ഒരു പ്രിൻസിപ്പളിന് പോലും ഒരിക്കലും ആ വിഷയത്തിൽ ഇടപെടാൻ സാധിക്കുകയില്ല. കാരണം നിയമം അങ്ങനെയാണുള്ളത്. ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ഒരു ആണും പെണ്ണും ഏതെങ്കിലും ഒരു ബാത്റൂമിൻ്റെ പിന്നിലോ ഏതെങ്കിലും ക്ലാസ് റൂമിന് പിന്നിലോ ഒരു ഒറ്റക്കിരുന്ന് സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവരിനി കെട്ടിപ്പിടിച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പോലും പ്രതികരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇന്നത്തെ നിയമങ്ങൾ. അതുകൊണ്ട് നമ്മുടെ മക്കളെ, പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ ദുരന്തങ്ങൾ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ഒരിക്കലും പ്രിയപ്പെട്ട നമ്മളൊരു ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതൊക്കെ വ്യാപകമാണല്ലോ, അതൊക്കെ ഇത്ര പ്രശ്നമാണോ എന്ന ചിന്ത നമ്മിലേക്ക് കടന്നു വന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ നിശ്ചിതങ്ങളിലേക്ക് എന്ത് ചെയ്യും നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യമാരൊക്കെ എത്തിപ്പെടുന്നൊരവസ്ഥയിൽ ഉണ്ടാകുമെന്ന് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ ഹറാമുകളെ കൃത്യമായി വേർതിരിച്ച് മനസ്സിലാക്കി അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി അതിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
اللهم صل على محمد وعلى آل محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഒരു സത്യവിശ്വാസിക്ക് നിഷിദ്ധങ്ങളോടുള്ള ഹറാമുകളുടെ സമീപനം എപ്രകാരമായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സിമ്പിളായ ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. റസൂലുള്ളാഹി പറയാണ്, ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു കഅന്നഹു ഖാഇദുൻ തഹ്ത ജബലിൻ യഖാഫു അൻ യഖഅ അലൈഹി. ഒരു സത്യവിശ്വാസി തിന്മകളെ, നിഷിദ്ധങ്ങളെ നോക്കിക്കാണുന്നത് തകർന്നു വീഴാറായ ഒരു പർവ്വതത്തിൻ്റെ താഴെ ഇരിക്കുന്നവനെ പോലെ ആയിരിക്കും എന്നുള്ളതാണ്. ഒരു ശ്രദ്ധ എപ്പോഴൊന്നുണ്ടാവും, അവനക്ക് ഉണ്ടാകുമെന്നർത്ഥം. ഏത് സമയം ചെയ്യും, ഏത് സമയവും ആ ഒരു പർവ്വതം എൻ്റെ തലയിലേക്ക് തകർന്നു വീഴുമെന്ന ഒരു ശ്രദ്ധ എപ്പോഴും ഉണ്ടാവും, അവൻ്റെ മനസ്സിലുണ്ടാവുന്നതാണ്. ഇതുപോലെ ആയിരിക്കും ഒരു സത്യവിശ്വാസിക്ക് ഹറാമുകളുള്ള സമീപനം എന്നുള്ളത്. അവനെപ്പോഴും മനസ്സിലാക്കുന്നത്, ഒരു ചെറിയ തിന്മ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ഇത് എന്നെ നശിപ്പിക്കും, പൂർണ്ണമായും നശിപ്പിച്ച് കളയുമെന്ന ഒരു ചിന്ത ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടാകുമെന്നർത്ഥം. അതോടൊപ്പം തന്നെ അതിൽ നിന്നും അവൻ സദാസമയവും റബ്ബിനോട് കാവൽ ചോദിച്ചുകൊണ്ടിരിക്കും. എല്ലാ തിന്മയിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി അവൻ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ വഇന്നൽ ഫാജിർ, ഒരു തെമ്മാടി, ഒരു അവിശ്വാസി എപ്രകാരമായിരിക്കും, യറാ ദുനൂബഹു കദുബാബിൻ മർറ അലാ അൻഫിഹി. ഒരു അവിശ്വാസിയായ ഒരാൾ തിന്മയെ നോക്കിക്കാണുന്നതാണ്, അവൻ്റെ മൂക്കിൻ്റെ മുന്നിലൂടെ പാറിക്കളിക്കുന്ന ഒരു ഈച്ചയെ പോലെ അവനെ കാണുള്ളൂ എന്നാണ് തിന്മനെ. നമ്മളെന്താ കാട്ടുക, ഒരു ഈച്ച നമ്മുടെ മൂക്കിൻ്റെ മുമ്പിലൂടെ പാറിക്കളി ചെയ്യും, നമ്മൾ ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് എന്ത് ചെയ്യും, കൈകൊണ്ടൊന്ന് വീശി കൊടുക്കും. ആരും ചെയ്യൂല, വടിയും കത്തിയെടുത്തൊന്നും ആ ഈച്ച നേടാൻ പോകൂല. അവൻ സിമ്പിളായിട്ട് കാണുള്ളൂ, കാരണം എന്താണ്, ഈച്ചയല്ല, അതിനാണ് അത് വീശിക്കളയും. അങ്ങനെയായിരിക്കും പ്രിയപ്പെട്ടവരെ ഒരു അവിശ്വാസി തിന്മയുള്ള സമീപനം എന്നുള്ളത്. ഒരു തിന്മ അവൻ ചെയ്യും, അവനെന്ത് ചെയ്യും, വളരെ ലാഘവത്തോടെ, ഇത് പ്രശ്നമൊന്നുമില്ലല്ലോ, എനിക്കിപ്പോൾ കൊണ്ട് വേറെ പ്രശ്നം വരാനില്ല എന്ന് ചിന്തിക്കും. പിന്നെ വീണ്ടും അടുത്ത തിന്മ ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും, ധാരാളം തിന്മകൾ അവനിലേക്ക് കടന്നു വന്ന് അവൻ ഒരു തിന്മയുടെ ആളായി അവസാനം മാറുമെന്നുള്ളതാണ്. ഇത് സഹോദരൻ പറഞ്ഞ പോലെ ഒരു തകർന്നു വീഴാറായ പർവ്വതത്തിൻ്റെ താഴെ ഇരിക്കുന്നവനെ പോലെ, അല്ലെങ്കിൽ തകർന്നു വീഴാറായ കെട്ടിടത്തിൻ്റെ താഴെയിരിക്കുന്നവനെ പോലെ ഏത് സമയവും ഒരു ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകേണ്ടവരാണ് സഹോദരങ്ങളെ സത്യവിശ്വാസികൾ എന്നുള്ളത്. ഒരു തിന്മ അറിയാതെ വന്നു പോയി കഴിഞ്ഞാൽ ഉടൻ നമ്മൾ മനസ്സിലാക്കണം, ഇത് എന്നിലേക്ക് ഇതുപോലെയുള്ള ചെറിയ തിന്മകളാണെങ്കിൽ ഒരുപാട് എൻ്റെ ജീവിതത്തിലേക്ക് ധാരാളമായി കടന്നുകൂടി ഞാൻ ഒരു വലിയ വൻപാപം ചെയ്തവനെപ്പോലെ ആയി നശിച്ചു പോകും, നാളെ നരകത്തിൽ പ്രവേശിക്കുവാനുള്ള കാരണമായി തീരുമെന്ന് സഹോദരങ്ങളെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ പരമാവധി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ഒരു തിന്മ സഹോദരങ്ങളെ റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ഒരു തിന്മ എന്ന് പറയുന്നത് അവൻ്റെ മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കുന്ന കാര്യമാണ്. അവൻ ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കും, വേണ്ടേന്ന് തോന്നും. രണ്ടാമത്തെ കാര്യം എന്താണ്, ജനങ്ങൾ കാണുന്നത് അവന് വെറുക്കുമെന്നുള്ളതാണ്. വളരെ കൃത്യ സഹോദരങ്ങളെ, ജനങ്ങൾ കാണുന്നത് വെറുക്കും അല്ലേ. ഒരു തിന്മ ചെയ്ത ആൾക്കാർ കാണാതെ ചെയ്യുക, ഇനിയോ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് അവനക്കൊരു തോന്നലുണ്ടാവും ചെയ്യും. ഇതാണ് തിന്മ എന്ന് പറഞ്ഞാൽ. ഒന്ന്, ജനങ്ങൾ അത് കാണുന്നത് അവൻ വെറുക്കും. രണ്ടാമത്തത്, അവൻ്റെ മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കും. ചെയ്തു കഴിഞ്ഞാൽ, സംഭവിച്ചു കഴിഞ്ഞാൽ സഹോദരങ്ങളെ അവൻ്റെ മനസ്സിൽ അത് ചൊറിച്ചിലുണ്ടാക്കും. ചൊറിച്ചിലുണ്ടാക്കണം, അത് ശരിയാണ്. പക്ഷേ ചൊറിച്ചിലുണ്ടായിരുന്നോ ആ ഒരു വേദനയിൽ, ആ ഒരു ചൊറിച്ചിൽ അവൻ എന്ത് ചെയ്യണം, റബ്ബിനോട് പറഞ്ഞുകൊണ്ട് തീർക്കണം എന്നുള്ളതാണ്. തൗബ ചെയ്യാനുള്ള മനസ്സ് വരില്ല. എങ്ങനെയാണ്, ഒരു തിന്മ ചെയ്ത് എന്ത് ചെയ്യും, അവൻ്റെ മനസ്സിലൊരു പ്രയാസം ഉണ്ടാവും. എന്നിട്ടോ ഉടൻ അവൻ എന്ത് ചെയ്യും, റബ്ബിലേക്ക് തൗബ ചെയ്യും. ആ ഒരു ആദ്യം ഉണ്ടാകുന്ന ആ പ്രയാസം ഉണ്ടാവുമല്ലോ, ആ പ്രയാസത്തിൻ്റെ മേലെ അവൻ തൗബ ചെയ്യണത്. തൗബയിലേക്ക് അവൻ എത്തുകയും വേണം എന്നുള്ളതാണ്. അല്ലാതെ ഒരിക്കലും ചെയ്യരുത്, ആ ചൊറിച്ചിലുണ്ടാക്കി കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് മറന്നുപോയി, പ്രശ്നമില്ല, പിന്നെ വീണ്ടും എന്ത് ചെയ്യും,
അടുത്ത തിന്മ ചെയ്യും, വീണ്ടും പ്രയാസങ്ങൾ ഉണ്ടാവും, അതൊരാഴ്ച ഞാൻ മറക്കും, അടുത്ത് ചെയ്യും. ആ ഒരു അവസ്ഥയിലേക്ക് സഹോദരൻ എത്തുന്നത് നമ്മൾ വളരെയധികം സൂക്ഷിക്കണമെന്നാണ് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. നമ്മെ പാടെ നശിപ്പിച്ച് കളയുന്ന ഒരുപാട് ഹറാമുകൾ സഹോദരങ്ങളെ നിലവിലുണ്ട്. നമ്മൾ കൃത്യമായി അതൊക്കെ മനസ്സിലാക്കി, അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി, നമ്മുടെ ഇഹലോകവും പരലോകവും നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് അത്തരത്തിലുള്ള നിഷിദ്ധങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.